ഫോർത്ത് മൊഡ്യൂളിലെ സെക്കൻഡ് സെക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം. തിയറത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ലെമ്മ നോക്കാം. ലെമ്മ 7.2. ലെറ്റ് പി ബി എ പ്രൈം ആൻഡ് എ ബി എനി ഇൻറ്റീജർ സച്ച് ദാറ്റ് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ. Then the least residues of the integers a, 2a, 3a, etc. p minus 1 into a modulo p are a permutation of the integers 1, 2, 3, etc. p minus 1. ഓക്കെ, ഇപ്പോൾ ലെമ്മേൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഒരു പ്രൈം പിയും ഒരു ഇൻറ്റീജർ എയും ഉണ്ട് സച്ച് ദാറ്റ് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ. അങ്ങനെയാണെങ്കിൽ എ, 2a, 3a, എക്സെട്ര പി മൈനസ് 1a എന്ന ഈ ഇൻറ്റീജേഴ്സിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ്, അതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ പി എന്ന് പറയുന്നത് എന്തായിരിക്കും? പെർമ്യൂട്ടേഷൻ ഓഫ് ദ ഇൻറ്റീജേഴ്സ് 1, 2, 3, എക്സെട്ര പി മൈനസ് 1. ഈ ഇൻറ്റീജേഴ്സിൻ്റെ പെർമ്യൂട്ടേഷൻസ് ആയിരിക്കും എ, 2a, 3a, എക്സെട്ര പി മൈനസ് 1 ഇൻറ്റു എയുടെ ലീസ്റ്റ് റെസിഡ്യൂ എവിടെ? മോഡുലോ പിയിൽ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ എക്സാമ്പിളിൽ നമ്മൾ പ്രൈം പി ആയിട്ട് 7ഉം ഇൻറ്റിജർ എ ആയിട്ട് 12ഉം കൺസിഡർ ചെയ്തു. ദെൻ ക്ലിയർലി 7 ഡസ് നോട്ട് ഡിവൈഡ്സ് 12 അല്ലേ, പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലെമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? എ, 2a, 3a, എക്സെട്ര പി മൈനസ് 1a യുടെ ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ പി, അതാണ് നമുക്ക് കാണേണ്ടത്. സോ എ എന്താണ് ഇവിടെ? 12 ആണല്ലേ. സോ എ, 2a, 3a, എക്സെട്ര പി മൈനസ് 1a. ഇവിടെ നമ്മുടെ പി 7 ആയതുകൊണ്ട് പി മൈനസ് 1 ഈക്വൽ ടു എന്താണ്? 6 ആണ്. സോ എ, 2a, 3a, എക്സെട്ര പി മൈനസ് 1a എന്തൊക്കെയാണ് വരിക? 12, 2 ഇൻറ്റു 12, 3 ഇൻറ്റു 12, എക്സെട്ര എവിടെ വരെ വരും? പി മൈനസ് 1, 6 ഇൻറ്റു 12. ഇതിൻ്റെ എല്ലാം ലീസ്റ്റ് റെസിഡ്യൂ കാണണം മോഡുലോ പിയിൽ. അതായത് 12 കോൺഗ്രുവൻറ്റ് ടു 1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താ? 1 ഇൻറ്റു എ. സോ 1 ഇൻറ്റു 12 കോൺഗ്രുവൻറ്റ് ടു എന്താണ്? മോഡ് 7 എന്ന് കാണണം. അതേപോലെ 2 ഇൻറ്റു 12 കോൺഗ്രുവൻറ്റ് ടു ഏത് നമ്പറാണ്? മോഡ് 7 എന്ന് കാണണം. അങ്ങനെ 6 ഇൻറ്റു 12 കോൺഗ്രുവൻറ്റ് ടു ഏതാണെന്ന് കാണണം? മോഡ് 7. സോ 1 ഇൻറ്റു 12 എന്താ നമുക്കറിയാം, ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 5 മോഡ് 7 ആണ് അല്ലേ. 12 മൈനസ് 5 7. സോ 7 ഡിവൈഡ് 7. അപ്പോൾ ഇത് ഓരോ കോൺഗ്രുവൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 1 ഇൻറ്റു 12 അതായത് എ, ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 5 മോഡ് 7. അടുത്തത് 2 ഇൻറ്റു 12 അതായത് 2a, 2a ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡ് 7. അടുത്തത് 3 ഇൻറ്റു 12 അതായത് 3a, ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 7. 4a അതായത് 4 ഇൻറ്റു 12 ഈസ് കോൺഗ്രുവൻറ്റ് ടു 6 മോഡ് 7. 5 ഇൻറ്റു 12 ഈസ് കോൺഗ്രുവൻറ്റ് ടു 4 മോഡ് 7 ആൻഡ് 6 ഇൻറ്റു 12 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 7. സോ ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ നമുക്ക് ഇവിടെ ലീസ്റ്റ് റെസിഡ്യൂസ് ആയിട്ട് കിട്ടുന്നത് എന്താണ്? 5, 6, 3, 4, 1, 2. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 1, 2, 3, 4 ആൻഡ് 5 ആൻഡ് 6 അല്ലേ. ഒരു ഓർഡർ മാറിയിട്ട് ഈ നമ്പേഴ്സ് 1 to 6 വരെയുള്ള നമ്പേഴ്സാണ്. ദേ ആർ ദ ഇൻറ്റീജേഴ്സ് 1, 2, 3, 4 ആൻഡ് 4, 5 ആൻഡ് 6. അതായത് നമ്മൾ പി ഈക്വൽ ടു 7 എന്ന് കൺസിഡർ ചെയ്തപ്പോൾ എ ആൻഡ് 12നെ നമ്മൾ എ ആയിട്ട് എടുത്തപ്പോൾ എ, 2a, 3a, എക്സെട്ര പി മൈനസ് 1 ഇൻറ്റു എയുടെ ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ പി അതായത് പി അതായത് 7ൽ എന്താ നമുക്ക് കിട്ടിയത്? 1, 2, 3, 4, 5 ആൻഡ് 6. അതായത് 1, 2, 3 എക്സെട്ര പി മൈനസ് 1 അതാണ് അതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ്. അതാണ് ഈ തിയറത്തിൽ ഈ ലെമ്മയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ലെമ്മയുടെ പ്രൂഫ് നോക്കാം. ലെമ്മയിൽ പ്രൂഫ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ് ആണ്. First, we will show that IA not congruent to 0 mod P where 1 less than or equal to I less than or equal to P minus 1. Then we will show that the least residues of IA and JA modulo P are distinct if I not equal to J where 1 less than or equal to J less than or equal to P minus 1. ഓക്കെ, അപ്പോൾ ഇത് 2 പാർട്ടായിട്ടാണ് പ്രൂഫ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണിക്കുന്നത് IA നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി. ഐ എന്താണ്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഐ ഏതൊക്കെയാണ്? ഈക്വൽ ടു 1, 2, 3 എക്സെട്ര പി മൈനസ് 1 അല്ലേ. സോ IA എന്ന് പറഞ്ഞാൽ എന്താണ്? IA ഈസ് എ, 2a, എക്സെട്ര പി മൈനസ് 1 ഇൻറ്റു എ. അതാണ് IA ഡിനോട്ട് ചെയ്യുന്നത്. സോ ഐ എ നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് എന്താണ്? പി ഡസ് നോട്ട് ഡിവൈഡ്സ് ഐ എ. ഓക്കെ, പി ഡസ് നോട്ട് ഡിവൈഡ്സ് ഐ എ അല്ലേ. ഐ എ മൈനസ് 0 ദറ്റ് ഈസ് പി ഡസ് നോട്ട് ഡിവൈഡ്സ് ഐ എ. അതായത് പി എന്ത് ചെയ്യുന്നില്ല? എ, 2a, 3a, എക്സെട്ര പി മൈനസ് 1 ഇൻറ്റു എ ഇതിനെ ഒന്നിനും ഡിവൈഡ് ചെയ്യുന്നില്ല എന്നാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണിക്കുന്നത്. സോ
To show that IA not congruent to 0 mod P where 1 less than or equal to I less than or equal to P minus 1. Okay. Suppose IA congruent to 0 mod P. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, ഇത് നോട്ട് കോൺഗ്രുവൻ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വി സപ്പോസ് ദാറ്റ് IA ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് P. അപ്പോൾ IA കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് P ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, P ഡിവൈഡ്സ് IA അല്ലേ, P ഡിവൈഡ്സ് IA മൈനസ് 0 ദാറ്റ് ഈസ് P ഡിവൈഡ്സ് IA. പക്ഷേ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, P is a prime and A is any integer such that P does not divides A. Okay, so P does not divides A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, so here P divides IA ആണ്, P divides IA. പക്ഷേ P does not divides A. So P does not divides A ആകുമ്പോൾ പിന്നെ എന്തേ ഉള്ളൂ പോസിബിലിറ്റി, P divides I ആവണം അല്ലേ. സോ പിന്നെ P divides I ആവണം. പക്ഷേ P divides I which is impossible because I is less than P. I നമ്മൾ എന്തായിട്ടാണ് എടുത്തിരുന്നത്, I is less than or equal to P minus 1. I is less than or equal to P minus 1. So I is 1, 2, 3 etc. P minus 1 വരെയുള്ള ഒരു വാല്യൂ ആണ് I. സോ I എന്താണ്, Pനേക്കാളും ചെറുതായിട്ടുള്ള ഒരു ഇൻറ്റിജർ ആണ്. സോ P does not divides I. ഇവിടെ നമുക്ക് P divides I എന്നാണ് കിട്ടിയത്, which is impossible because P does not divides I. Okay, because I is less than P. Therefore ഇതെന്താണ്, ഒരു കോൺട്രഡിക്ഷൻ ആണ്. കോൺട്രഡിക്ഷൻ കിട്ടാൻ കാരണം എന്താണ്, നമ്മൾ IA കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് P എന്നെടുത്തതാണ്. Therefore IA is not congruent to 0 മോഡ് P. ഇനി സെക്കൻഡ് പാർട്ട്. ഓക്കെ, സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കാണിക്കുന്നത്, നമ്മൾ എന്ത് കാണിക്കുന്ന പറയുന്നത്, വി വിൽ ഷോ ദാറ്റ് ദ ലീസ്റ്റ് റെസിഡ്യൂസ് ഓഫ് IA ആൻഡ് JA മോഡുലോ P ആർ ഡിസ്റ്റിങ്ക്റ്റ് ഇഫ് I നോട്ട് ഈക്വൽ ടു J. ഓക്കെ, IAയുടെയും JAയുടെയും ലീസ്റ്റ് റെസിഡ്യൂ മോഡുലോ P ഡിസ്റ്റിങ്ക്റ്റ് ആണ് ഇഫ് I നോട്ട് ഈക്വൽ ടു J എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ കാണിക്കുന്നത് എന്താണ്, IAയും JAയുടെയും ലീസ്റ്റ് റെസിഡ്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ, ഓക്കെ, IAയുടെയും JAയുടെയും ലീസ്റ്റ് റെസിഡ്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ എന്താണെന്ന് കാണിച്ചാൽ മതി, I ഈക്വൽ ടു J ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അതാണ് നമ്മളിവിടെ, ആ പാർട്ടാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വലൻറ്റ് ടു ഷോയിങ് ദാറ്റ് ദ ലീസ്റ്റ് റെസിഡ്യൂസ് ഓഫ് IA ആൻഡ് JA മോഡുലോ P ആർ ഡിസ്റ്റിങ്ക്റ്റ് ഇഫ് I നോട്ട് ഈക്വൽ ടു J. So to show that if IA congruent to JA mod P where 1 less than or equal to I, J less than or equal to P minus 1, then I equal to J. അപ്പോൾ IA കോൺഗ്രുവൻറ്റ് ടു JA ആണ് മോഡ് P ഇല്ലെങ്കിൽ എന്താ നമ്മൾ കാണിക്കുന്നത്, I ഈക്വൽ ടു J ആണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സോ സപ്പോസ് IA ഈസ് കോൺഗ്രുവൻറ്റ് ടു JA മോഡ് P. IA കോൺഗ്രുവൻറ്റ് ടു JA മോഡ് P ആണെന്ന് എടുത്തു. ആൻഡ് Iയും Jയും എവിടെയുള്ളത്, ഇറ്റ് ഈസ് ബിറ്റ്വീൻ 1 ആൻഡ് P minus 1. ഇനി സിൻസ് GCD ഓഫ് PA ഈക്വൽ ടു 1, GCD ഓഫ് PA 1 ആണ്, കാരണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് P ഈസ് എ പ്രൈം ആൻഡ് P ഡസ് നോട്ട് ഡിവൈഡ്സ് A ആണ്. സോ GCD ഓഫ് PA ഈക്വൽ ടു 1 ആണ്. ദെൻ ബൈ തിയറം 4.6 I ഈസ് കോൺഗ്രുവൻറ്റ് ടു J മോഡ് P. അതായത് ഇവിടെ എന്താണ്, തിയറം 4.6 ആ തിയറത്തിൽ നമുക്കറിയാം ഇവിടെ എന്താണ് നമ്മൾ കോൺഗ്രുവൻസ്, IA ഈസ് കോൺഗ്രുവൻറ്റ് ടു JA മോഡ് P ആണ്. ആൻഡ് GCD ഓഫ് A ആൻഡ് P, എയുടെയും പിയുടെയും GCD 1 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ എനെ ക്യാൻസൽ ചെയ്യാം. എനെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ GCD 1 ആയതുകൊണ്ട് നമുക്ക് എനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് വിൽ ബി, ഇവിടെ നമുക്ക് എന്ത് എഴുതാം, I കോൺഗ്രുവൻറ്റ് ടു J മോഡ് P എന്ന് കിട്ടും. ബട്ട് both I and J are least residues modulo P, so I equal to J. ഇനി ഇവിടെ Iയും Jയും നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്, IA കോൺഗ്രുവൻറ്റ് ടു JA മോഡ് P എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, I കോൺഗ്രുവൻറ്റ് ടു J മോഡ് P ആണ് കിട്ടി. പക്ഷേ Iയും Jയും എന്താണ്, Iയും Jയും ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ P ആണ്. ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ P ഏതൊക്കെയാണ്, 1, 2, 3 എക്സെട്ര P minus 1. ഇതാണ് Pൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് അല്ലെ, പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ് എന്ന് പറയുന്നതാണ്. ആൻഡ് ദേ ആർ ഡിസ്റ്റിങ്ക്റ്റ്. നമ്മൾ ലീസ്റ്റ് കോൺഗ്രുവൻസിൻ്റെ കേസിൽ പറഞ്ഞിരുന്നു, ഈ ലീസ്റ്റ് റെസിഡ്യൂസ് എല്ലാം എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ ഈ Iയും Jയും നമ്മൾ Pൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് ആയിട്ടാണ് എടുത്തത്. അതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് ആയ Iയും Jയും മോഡ് Pയിൽ കോൺഗ്രുവൻ്റ് ആണ് എന്ന് കിട്ടി. ഇത് കോൺഗ്രുവൻ്റ് ആവാനുള്ള ഏക കണ്ടീഷൻ എന്താണ്, അത് ഈക്വൽ ആവുക എന്നുള്ളതാണ്. ഓക്കെ, സോ I ഈക്വൽ ടു J. അതായത് ഇഫ് IA കോൺഗ്രുവൻറ്റ് ടു JA മോഡ് P where 1 less than or equal to I, J less than or equal to P minus 1, then I equal to J. Thus, if IA congruent to JA mod P where 1 less than or equal to I, J less than or equal to P minus 1, then I equal to J.
In other words, no two least residues of A, 2A, 3A, etc. P minus 1 into A are congruent modulo P. സോ ഫസ്റ്റ് നമ്മളിവിടെ കാണിച്ചത് എന്താണ്, ഐ എ ഇസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി. അതായത് ഐ എ എന്തൊക്കെയാണ്, എ, 2A, 3A, എക്സെട്ര പി മൈനസ് 1 ഇൻറ്റു എ. ഇതൊന്നും എന്താവില്ല, കോൺഗ്രുവൻറ്റ് ടു 0 ആവില്ല മോഡ് പിയിൽ എന്നാണ് കാണിച്ചത്. ഓക്കെ, സോ ഈ എ, 2A, 3A, എക്സെട്ര പി മൈനസ് 1 ഇൻറ്റു എ ഇതിൻ്റെ ഒന്ന് മോഡ് പിയിലുള്ള ഇതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂവിൽ എന്ത് വരില്ല, 0 വരില്ല. ഓക്കെ, ഇനി അതെന്താണെന്ന് ഇതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് എന്താണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ആർ ദ ഇൻറ്റീജേഴ്സ് 1, 2, 3 എക്സെട്ര പി മൈനസ് 1 ഇൻ സം ഓർഡർ. നമ്മളിവിടെ മോഡ് പി ആണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. സോ മോഡ് പി ആകുമ്പോൾ അവിടെ വരാവുന്ന ലീസ്റ്റ് റെസിഡ്യൂസ് ഏതൊക്കെയാണ്, 0, 1, 2, 3 എക്സെട്ര പി മൈനസ് 1 അല്ലേ. ഇതുവരെ ഉള്ളതാണ് അതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് ആയിട്ട് വരിക മോഡ് പിയിൽ. പക്ഷെ നമ്മളിവിടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണിച്ചു 0 ഇതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂ ആയിട്ട് വരുന്നില്ല. ഇനി അവിടെ ബാക്കി ഏതൊക്കെയുള്ളത്, 1, 2, 3 എക്സെട്ര പി മൈനസ് 1 ഇതാണ് അവിടെ ബാക്കിയായിട്ട് വരുന്ന ലീസ്റ്റ് റെസിഡ്യൂസ്. നമുക്കിവിടെ കാണിക്കേണ്ടത് എന്താണ്, ഇതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് മോഡ് പി ആയിട്ട് നമുക്ക് പെർമ്യൂട്ടേഷൻ ഓഫ് ദ ഇൻറ്റീജേഴ്സ് 1, 2, 3 എക്സെട്ര പി മൈനസ് 1. സോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ എന്താ കാണിച്ചത്, ദ ലീസ്റ്റ് റെസിഡ്യൂസ് ഓഫ് ഐ എ ആൻഡ് ജെ എ മോഡുലോ പി ആർ ഡിസ്റ്റിങ്ക്റ്റ് ആണ് എന്നാ കാണിച്ചത്. ഫോർ ഐ നോട്ട് ഈക്വൽ ടു ജെക്ക് ഇതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് ഐ എയുടെയും ജെ എയുടെയും ലീസ്റ്റ് റെസിഡ്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആണ് എന്നാണ് സെക്കൻഡ് പാർട്ടിൽ കാണിച്ചത്. അതായത് എ, 2A എടുത്തിട്ടുണ്ടെങ്കിൽ എയുടെയും 2Aയുടെയും ലീസ്റ്റ് റെസിഡ്യൂസ് സെയിം ആവില്ല, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരും. സോ 1, 2, 3 എക്സെട്ര പി മൈനസ് 1ൽ എയിൻ്റെ ഇതിലുള്ള ഏതെങ്കിലും ഒന്നായാൽ 2Aൻ്റെത് അതല്ലാത്ത ഒന്നാണ് വരിക, 3Aൻ്റെത് അത് രണ്ടും അല്ലാത്ത ഒന്നാണ് വരിക. സോ പി മൈനസ് 1 ഇൻറ്റു എ വരെ വരുമ്പോഴത്തേനും ഇതെല്ലാം എന്ത് വരും, ഓരോ തവണ വരും. അതേത് ഓർഡറിലും ആവാം, പക്ഷേ ഇതെല്ലാം ഓരോ തവണയായിട്ട് അതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂ ആയിട്ട് വരും. തിയറം 7.3 ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് പി ബി എ പ്രൈം ആൻഡ് എ എനി ഇൻറ്റീജർ സച്ച് ദാറ്റ് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ. ദെൻ എ റേസ് ടു പി മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി. ഓക്കെ, പറഞ്ഞെന്താണ്, പി ഒരു പ്രൈമും എ എനി ഇൻറ്റീജറാണ് സച്ച് ദാറ്റ് പി ഡസ് നോട്ട് ഡിവൈഡ്സ് ദ എ. അങ്ങനെയാണെങ്കിൽ എ റേസ് ടു പി മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി ആയിരിക്കും. Okay, so in the proof നോക്കാം. By lemma 7.2, the least residues of the integers a, 2a, 3a, etc. p minus 1 into a modulo p are the same as the integers 1, 2, 3, etc. p minus 1 in some order. അല്ല, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ലെമ്മയിൽ പറഞ്ഞു a, 2a, 3a, etc. p minus 1 a എന്ന് പറയുന്ന ഈ ഇൻറ്റീജേഴ്സിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ പി എന്തായിരിക്കും, ഈ ഇൻറ്റീജേഴ്സ് 1, 2, 3 എക്സെട്ര പി മൈനസ് 1 എന്ന് പറയുന്ന ഇൻറ്റീജേഴ്സിൻ്റെ സം ഓർഡറിൽ ഇതേ ഇൻറ്റീജേഴ്സ് തന്നെയായിരിക്കും അതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു 2a ഇൻറ്റു 3a ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു എ കൺസിഡർ ചെയ്യാണ് അണ്ടർ മോഡുലോ പി. ഓക്കെ, സോ എ ഇൻറ്റു 2a ഇൻറ്റു 3a ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു എ എന്തായിരിക്കും, കോൺഗ്രുവൻറ്റ് ടു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി മൈനസ് 1 ആയിരിക്കും മോഡുലോ പി. കാരണം എന്താണ്, നമ്മളിവിടെ പറഞ്ഞു എ, 2a, 3a, എക്സെട്ര പി മൈനസ് 1 ഇൻറ്റു എ മോഡുലോ പിയിൽ കോൺഗ്രുവൻറ്റ് ടു 1, 2, 3 എക്സെട്ര പി മൈനസ് 1 ആവും എന്ന് പറഞ്ഞു ഇൻ സം ഓർഡർ. സോ ഇവിടെ എ നമ്മൾ മോഡ് പിയിൽ എ കോൺഗ്രുവൻറ്റ് ടു എന്തായിരിക്കും, എ കോൺഗ്രുവൻറ്റ് ടു 1, 2, 3 ഏതെങ്കിലും ഒന്ന്, 1, 2, 3 ഏതെങ്കിലും ഒന്ന്. സോ എ കോൺഗ്രുവൻറ്റ് ടു 1 ആണ് മോഡ് പി. അങ്ങനെയാണെങ്കിൽ 2a എന്തായിരിക്കും, കോൺഗ്രുവൻറ്റ് ടു ഈ 1 അല്ലാത്ത പിന്നെ ഈ പി മൈനസ് 1 വരെയുള്ള നമ്പേഴ്സിൽ ഏതെങ്കിലും. സപ്പോസ് ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് പി. ഓക്കെ, ദെൻ 3a എന്തായിരിക്കും, 3a വിൽ ബി കോൺഗ്രുവൻറ്റ് ടു 1ഉം 2ഉം അല്ലാത്ത പി മൈനസ് 1 വരെയുള്ള ഏതെങ്കിലും ഒരു ഇൻറ്റീജർ. സോ 3a 3a ബി കോൺഗ്രുവൻറ്റ് ടു 3 മോഡ് പി. അങ്ങനെ വന്നാൽ പി മൈനസ് 1 എ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി കോൺഗ്രുവൻറ്റ് ടു പി മൈനസ് 1 മോഡ് പി. ഓക്കെ, അതേ ഇൻറ്റീജേഴ്സ് 1, 2, 3 എക്സെട്ര പി മൈനസ് 1 എന്ന് പറയുന്ന ഇൻറ്റീജേഴ്സ് സം ഓർഡറിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു 2a ഇൻറ്റു 3a ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു എ എന്തായിരിക്കും, മോഡ് പിയിൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി മൈനസ് 1 മോഡ് പി ആയിരിക്കും. സോ അതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. എ ഇൻറ്റു 2a ഇൻറ്റു 3a ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു എ വിൽ ബി കോൺഗ്രുവൻറ്റ് ടു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി മൈനസ് 1 മോഡ് പി. പിന്നെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ നോക്കൂ, എ ഇൻറ്റു 2a ഇൻറ്റു 3a ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി മൈനസ് 1 എ, അതായത് 1 ഇൻറ്റു
ടു. ഇപ്പോൾ ഈ എകൾ അവിടെ നിൽക്കട്ടെ. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി മൈനസ് 1. അതിനങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് പി മൈനസ് 1 ഫാക്ടോറിയൽ. ബാക്കി എന്താ ഉള്ളത്? എ ഇൻറ്റു എ ഇൻറ്റു എ ഇൻറ്റു എക്സെട്ര. എത്ര വരെ ഉണ്ട്? പി മൈനസ് 1 വരെ എ ഉണ്ട് അല്ലേ? എ ഇൻറ്റു എ ഇൻറ്റു എ ഇൻറ്റു എക്സെട്ര പി മൈനസ് 1 വരെ എ. ഓക്കെ, എ ഇൻറ്റു എ ഇൻറ്റു എക്സെട്ര എ ആണ്. എത്ര എ ഉണ്ട്? പി മൈനസ് 1. സോ അത് നമുക്ക് എന്താ എഴുതാം? എ റേസ് ടു പി മൈനസ് 1 എന്ന് എഴുതാം. ആൻഡ് ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി മൈനസ് 1. ദാറ്റ് ഈസ് പി മൈനസ് 1 ഫാക്ടോറിയൽ മോഡ് പി. ഓക്കെ, ഇനി നോക്കൂ, പി മൈനസ് 1 ഫാക്ടോറിയലിൻ്റെയും പിയുടെയും ജി സി ഡി എന്താണ്? 1 ആയിരിക്കും അല്ലേ? കാരണം പി എന്താണ്? പ്രൈമാണ്. ആൻഡ് പി മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി മൈനസ് 1 ആണ്. സോ ഇതിൽ ഒരു എലമെൻറ്റ് ഈ പ്രൊഡക്റ്റിൽ ഒരു ഇൻറ്റീജറായിട്ട് പി വരുന്നില്ല. സോ ഇതിൻ്റെ ഫാക്ടോറിയൽ 1 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി മൈനസ് 1, അതാണ് പി മൈനസ് 1 ഫാക്ടോറിയൽ അല്ലേ? അതിൻ്റെയും പിൻ്റെയും ജി സി ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, സോ പി മൈനസ് 1 ഫാക്ടോറിയൽ പി എന്നുള്ളതിൻ്റെ ജി സി ഡി 1 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കോൺഗ്രുവൻസിൽ പി മൈനസ് 1നെയും പി മൈനസ് 1 ഫാക്ടോറിയലിനെയും പി മൈനസ് 1 ഫാക്ടോറിയലിനെയും ക്യാൻസൽ ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു തിയറത്തിൽ എ സി കോൺഗ്രുവൻറ്റ് ടു ബി സി മോഡ് എം ആണെങ്കിൽ ആൻഡ് ഇഫ് ദ ജി സി ഡി ഓഫ് സി എം ഈക്വൽ ടു 1 ദെൻ ഈ സീനെ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്നെഴുതാം. അപ്പോൾ അതേപോലെ പി മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എ റേസ് ടു പി മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു പി മൈനസ് 1 ഫാക്ടോറിയൽ മോഡ് പി എന്ന് വന്നു. സോ ഇവിടെ പി മൈനസ് 1 ഫാക്ടോറിയലിൻ്റെയും പിയുടെയും ജി സി ഡി 1 ആയതുകൊണ്ട് നമുക്ക് ഈ പി മൈനസ് 1 ഫാക്ടോറിയലിന് രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്യാം. സോ എന്താ ആൻസർ കിട്ടാം? അപ്പോൾ ഇവിടെ പി മൈനസ് 1 ഫാക്ടോറിയലും പി മൈനസ് 1 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും എ റേസ് ടു പി മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി. അതാണ് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ റിമൈൻഡർ വെൻ 24 റേസ് ടു 1947 ഈസ് ഡിവൈഡഡ് ബൈ 17. ഓക്കെ, സോ 24 റേസ് ടു 1947 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡറാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് എന്ത് കാണണം? 24 റേസ് ടു 1947 മോഡ് 17 എന്തിനോടാണ് കോൺഗ്രുവൻ്റ് ആവുന്നത് എന്ന്. മോഡ് 17 24 റേസ് ടു 1947 എന്താണെന്നാണ് കാണേണ്ടത്. ഓക്കെ, സോ അതിന് വേണ്ടി നമ്മളിവിടുത്തെ 24 റേസ് ടു 1947, സോ നമ്മൾ എന്തെടുക്കും? 24, അതിൻ്റെ ബേസ് 24 എടുക്കും. 24ൻ്റെ മോഡ് 17 24 എന്താണ്? ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 4 ആണല്ലോ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്താ എഴുതാം? 24 റേസ് ടു 1947 ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 റേസ് ടു 1947 മോഡ് 17. എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം, ദെൻ എ റേസ് ടു n is congruent to b raised to n mod 17. So 24 congruent to 7 mod 7 implies 24 raised to 1947 congruent to 7 raised to 1947 mod 17. ഇവിടെ 24 റേസ് ടു 1947 എന്തിനായിട്ട് കോൺഗ്രുവൻ്റ് ആണ്? ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 റേസ് ടു 19 ആണ് 1947 മോഡ് 17. സോ ഇനി എന്ത് കണ്ടാൽ മതി? 7 റേസ് ടു 1947ൻ്റെ വാല്യൂ മോഡ് 17 അതെന്താണെന്ന് കണ്ടാൽ മതി. ഇതെന്താണ്? ഇത് വളരെ ലാർജ് ആയിട്ടുള്ളൊരു വാല്യൂ ആണല്ലേ. സോ ഇതൊന്ന് സിംപ്ലിഫൈ ചെറുതാക്കി എടുത്താൽ മതി. സോ ഇനി നമ്മൾ കാണുന്നത് 7 റേസ് ടു 1947ൻ്റെ വാല്യൂ മോഡ് 17 കാണുന്നത്. ഓക്കെ, ഇവിടെ 17 എന്താണ്? ഇറ്റ് ഈസ് എ പ്രൈം അല്ലേ? 17 ഇസ് എ പ്രൈം പി. ഇനി നമ്മൾ എടുക്കുന്ന 7 റേസ് ടു 1947 മോഡ് 17 എന്താണെന്നാണ് കാണുന്നത്. സോ ഇവിടുത്തെ 7 നമുക്ക് എ ഈക്വൽ ടു 7 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ ആണല്ലോ. സോ നമുക്ക് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം ഉപയോഗിച്ചിട്ട് എന്തെഴുതാം? എ റേസ് ടു പി മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി എന്നെഴുതാം അല്ലേ. സോ ഇവിടുത്തെ എ എന്താണ്? 7 ആണ്. 7 റേസ് ടു p is 17 minus 1, that is 7 raised to 16 is congruent to 1 mod p is 17. So that is 7 raised to 16 is congruent to 1 mod 17 എന്നെഴുതാം. ഇനി 7 raised to 1947 mod 17 നമ്മൾ കാണുന്നത്. 7 raised to 1947 നമുക്ക് എങ്ങനെ എഴുതാം? 7 raised to 16 into 121 plus 11 എന്ന ഫോർമുല എഴുതാം. ഓക്കെ, that is 7 raised to 16 whole raised to 121 into 7 raised to 11. ഇനി നോക്കൂ, 7 റേസ് ടു 16 നമ്മൾ എന്ത് കണ്ടു? ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 17 ആണ്. സോ 7 റേസ് ടു 16 പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. ആൻഡ് ദാറ്റ് ഹോൾ റേസ് ടു 121 ആണ്. സോ 1 റേസ് ടു 121 ഇൻറ്റു 7 റേസ് ടു 11.
7 raised to 11. So 1 raised to 121 is 1. So ഇതെന്ത് കിട്ടും 7 raised to 11. എവിടെയാണത് മോഡ് 17ൽ. സോ 7 raised to 1947 മോഡ് 17ൽ നമുക്ക് എന്തായാലും 7 raised to 11 മോഡ് 17. സോ ഈ 1947 ഇവിടെ എന്തായിട്ടുണ്ട്, ഈ വലിയ വാല്യൂ ഒന്ന് ചെറുതായിട്ട് 7 raised to 11 ആയിട്ടുണ്ട്. ഇപ്പോഴും ഇതൊരു വലിയ വാല്യൂ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇനിയും ഇതിനെന്ത് ചെയ്യാം, നമുക്ക് ചെറുതാക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ 7 raised to 11 മോഡ് 17 ഇതിൻ്റെ വാല്യൂ ആണ് നോക്കുന്നത്. അപ്പോൾ വി നോ ദാറ്റ് 7 സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു -2 മോഡ് 17. ഇങ്ങനെ എഴുതാം. 7 സ്ക്വയർ എന്താണ് 49 കോൺഗ്രുവൻറ്റ് ടു -2 ആണ് എന്നാണ് എഴുതിയിട്ടുള്ളത് മോഡ് 17. സോ -2 പറയുമ്പോൾ -2 ദാറ്റ് ഈസ് 49 + 2 51 ആൻഡ് 17 ഡിവൈഡ്സ് 51. സോ നമുക്ക് 7 സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു -2 മോഡ് 17 എന്നെഴുതാം. ഇനി 7 raised to 11 നമുക്ക് എങ്ങനെ എഴുതാം, 11 നമുക്ക് എന്താ എഴുതാം, 2 × 5 + 1 എഴുതാം അല്ലേ. 10 + 1 11 എന്നുള്ളതിൽ എഴുതാം. സോ 7 raised to 11 7 സ്ക്വയർ × 5 + 1 എന്നെഴുതാം. അതായത് 7 സ്ക്വയർ ദ ഹോൾ റേസ് ടു 5 × 7 അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 7 സ്ക്വയർ ദ ഹോൾ റേസ് ടു 5 × 7. സോ നമ്മൾ എന്ത് കണ്ടു, 7 സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു -2 ആണ്. അതിവിടെ കൊടുത്താൽ -2 എന്തുണ്ട്, 7 സ്ക്വയർ ഹോൾ റേസ് ടു 5 ആണ്. സോ -2 ഹോൾ റേസ് ടു 5 × 7 എന്ന് കിട്ടും. -2 ഹോൾ റേസ് ടു 5 എന്താണ്, -32. ഓക്കെ. സോ -32 ഇൻറ്റു ഇവിടുത്തെ 7 ഉണ്ട്, -32 × 7 എന്ന് കിട്ടും. ഇനി ഇവിടെ നമുക്ക് -32 × 7 ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ വാല്യൂ ആണ് മോഡ് 17ൽ കാണുന്നത്. സോ -32 നോക്കൂ, -32 കോൺഗ്രുവൻറ്റ് ടു മോഡ് 17ൽ നമുക്ക് എന്താ -32 കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 17 എന്ന് എഴുതാം അല്ലേ. -32 കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 17 എഴുതാം. -32 ഇതെന്താണ്, -32 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു -34 അല്ലേ. സോ 17 ഡിവൈഡ്സ് -34. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്താ -32 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 17 ആണ്. സോ ഈ -32ക്ക് പകരം നമുക്ക് 2 കൊടുക്കാം. 2 × 7 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 14. സോ ഇപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്, 7 raised to ഇവിടെ നമുക്ക് 7 raised to 11 കിട്ടി. 7 raised to 1947 എന്താണ്, ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 raised to 11 ആണ് മോഡ് 17ൽ കിട്ടി. ഈ 7 raised to 11 നമുക്ക് എന്ത് കിട്ടി, ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 14 മോഡ് 17 ആണെന്ന് കിട്ടി. സോ നമുക്ക് അതിവിടെ കൊടുക്കാം അല്ലേ. 7 raised to 1947 congruent to 7 raised to 11 mod 17 and 7 raised to 11 is congruent to 14 mod 17 ആണ്. സോ 7 raised to 1947 എന്തായിരിക്കും, congruent to 14 mod 17 എന്നതാണ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ദി കോൺഗ്രുവൻസ് ഉപയോഗിച്ചിട്ട്. സോ നമുക്ക് എന്ത് കിട്ടി, 7 raised to 1947 congruent to 14 mod 17, that is when the remainder when 7 raised to 1947 divided by 17 is 14. Next question, find the primes for which 2 raised to p minus 1 minus 1 whole divided by p is a square. Okay, ഈ തന്നിട്ടുള്ള എക്സ്പ്രഷൻ 2 raised to p minus 1 minus 1 by p ഇതൊരു സ്ക്വയർ ആവുന്ന രീതിയിലുള്ള പ്രൈം p കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ് 2 raised to p minus 1 minus 1 by p equal to n square for some positive integer n. സോ ഇതൊരു സ്ക്വയർ, ഒരു n എന്ന് പറയുന്ന ഇൻറ്റിജറിൻ്റെ സ്ക്വയർ ആയിട്ട് നമ്മൾ ഈ നമ്പറിന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിയുടെ വാല്യൂ എന്താണെന്നാണ് കാണേണ്ടത്. ഓക്കെ, ദെൻ 2 raised to p minus 1 minus 1 equal to ഈ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഈക്വൽ ടു പി എൻ സ്ക്വയർ എന്ന് കൊടുക്കാം. ഇനി 2 raised to p minus 1 2ൻ്റെ പവർ അല്ലെ, 2 raised to p minus 1 എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് 2 raised to m, 2ൻ്റെ ഒരു പവർ എന്നുള്ള ഫോമിലാണ്. സോ 2 raised to p minus 1 is even. -1 എന്ന് വരുമ്പോൾ ഇത് ഈ ഹോൾ ടേം എന്താവും, ഇറ്റ് വിൽ ബി ഓഡ്. 2 raised to p minus 1 ഈവൺ ആണ്. സോ 2 raised to p minus 1 minus 1 is odd. സോ ദിസ് ഈസ് ഈക്വൽ ടു പി എൻ സ്ക്വയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഇൻറ്റിജർ ഈക്വൽ ടു ദിസ് ഇൻറ്റിജർ. ഇത് ഓഡ് ആയതുകൊണ്ട് ഈ ഇൻറ്റിജർ ഇതെന്താണ്, ഇതും ഓഡ് ആയിരിക്കും അല്ലേ. സോ 2 raised to p minus 1 is odd. So pn square is also odd. Pn square is odd. That is p is odd and n square is odd. So pn square is odd. ഓക്കെ, രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ഓഡാണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഇൻറ്റിജേഴ്സും എന്താവണം, ഓഡാവണം. ദാറ്റ് ഈസ് പി ഈസ് ഓഡ് ആൻഡ് എൻ സ്ക്വയർ ഈസ് ഓഡ്. നൗ പി ഓഡ് ആയതുകൊണ്ട് നമുക്ക് പിനെ പി ഈക്വൽ ടു 2k + 1 എന്നെടുക്കാം. ഫോർ സം k എലമെൻറ്റ് ഓഫ് z പ്ലസ് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ
കെയ്ക്ക് നമുക്ക് പി ഈക്വൽ ടു 2k + 1 എന്ന ഫോമുല എഴുതാം. കാരണം പി എന്താണ്? പി ഇസ് എ പ്രൈം ആൻഡ് ഇറ്റ് ഈസ് എൻ ഓഡ് നമ്പർ അല്ലേ. പി നമ്മളൊരു പ്രൈമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ പി ഇസ് എ പ്രൈം ആൻഡ് ഇറ്റ് ഈസ് ഓഡ്. സോ പ്രൈം ആയതുകൊണ്ട് പിൻ്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുക 2ൽ നിന്നാണ്, പക്ഷേ ഇറ്റ് ഈസ് ഓഡ്. സോ ഓഡ് ആയതുകൊണ്ട് പി വരാവുന്ന ഏറ്റവും ലേസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? 3 ആണ് അല്ലേ. സോ നമുക്ക് പി ഇസ് ഈക്വൽ ടു 2k + 1 എന്ന് കൊടുക്കാം. ഇതിൽ കെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? 1 2 3 എക്സെട്ര. ഓക്കെ, സോ പി ഇസ് ഈക്വൽ ടു 2k + 1 ഫോർ സം k element of z പ്ലസ്. ഇവിടെ 2p - 1 - 1 ഈക്വൽ ടു pn² ആണല്ലോ. അവിടെ നമ്മൾ 2p - 1 - 1 എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? p ഈക്വൽ ടു 2k + 1 ആണ്. സോ ഇവിടെ പിക്ക് പകരം, ഇവിടുത്തെ പിക്ക് പകരം നമുക്ക് 2k + 1 എന്ന് കൊടുക്കാം. സോ 2k + 1 - 1 ഹോൾ -1. ദിസ് ഈസ് ഈക്വൽ ടു, ഈ 1ഉം 1ഉം ക്യാൻസലായി പോവും. ബാക്കി എന്താ ഉള്ളത്? 2k - 1. ഓക്കെ, ഇവിടുന്ന് എന്താ കിട്ടിയത്? 2p - 1 - 1 ഈസ് ഈക്വൽ ടു 2k - 1. സോ ഈ മൈനസും മൈനസും ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 2p - 1 ഈക്വൽ ടു 2k. എന്നൊക്കെ നമ്മളിവിടെ ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഇക്വേഷൻ 2 ഇതാണ്. അതായത് 2p - 1 - 1 ഈക്വൽ ടു 2k - 1. ഈ രണ്ട് ഇക്വേഷനിൽ നോക്കൂ. 2p - 1 - 1 ഈക്വൽ ടു pn² ആണ്. ആൻഡ് 2p - 1 - 1 ഈക്വൽ ടു 2k - 1. സോ നമുക്ക് ഈ രണ്ടും ഈക്വാലിറ്റിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ രണ്ട് വാല്യൂസ് എന്താവും? ഈക്വൽ ആണെന്ന് പറയാം അല്ലേ. സോ ദിസ് നമുക്ക് എങ്ങനെ എഴുതാം? 2k - 1 ഈക്വൽ ടു pn² എന്ന് എഴുതാം. ഇനി 2k 2k ആണ്. അതിനെ 2k ഹോൾ² എന്ന് എഴുതാം. സോ 2k ഹോൾ² - 1 ഈക്വൽ ടു pn². 2k ഹോൾ² - 1 ഇതെന്ത് ഫോമിലാണ്? a² - b² എന്നുള്ള ഫോമിലാണ്. സോ ഇതിനെങ്ങനെ എഴുതാം? a + b 2k + 1 ഇൻറ്റു a - b 2k - 1 ഈക്വൽ ടു pn². ദെൻ either 2k - 1 or 2k + 1 must be a perfect square. ഇവിടെ 2k + 1 ഇൻറ്റു 2k - 1 എന്താണ്? രണ്ട് കോൺസിക്യൂട്ടീവ് ഓഡ് ഇൻറ്റീജേഴ്സ് ആണ്. ആൻഡ് അതിൻ്റെ പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു ഓഡ് ഇൻറ്റീജർ ആണ് അല്ലേ. p ഇൻറ്റു n² എന്ന് പറയുന്ന ഒരു ഓഡ് ഇൻറ്റീജർ ആണ്. അങ്ങനെ ആകുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് 2k - 1 അല്ലെങ്കിൽ 2k + 1 ഇതിലേതെങ്കിലും ഒന്ന് എന്താവണം? ഇറ്റ് ഷുഡ് ബി എ പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ 2k - 1 അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് കൺസിഡർ ചെയ്യണം. സോ 2k - 1 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നമ്മളൊരു r എന്ന് പറഞ്ഞ ഒരു ഇൻറ്റീജർ എടുത്തിട്ടുണ്ടെങ്കിൽ 2k - 1 നമുക്ക് r² എന്ന് എഴുതാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് 2k ഈക്വൽ ടു എന്തെഴുതാം? r² + 1 എന്ന് പറയാം. ദെൻ 2p - 1 ഈക്വൽ ടു 2k ഹോൾ². ഇവിടെ 2p - 1 ഈക്വൽ ടു 2k. അതായത് 2p - 1 ഈസ് 2k ദ ഹോൾ² ആണ്. സോ അത് വെച്ചിട്ട് ഇവിടെ നമുക്ക് എന്താണ്? 2p - 1 ഈക്വൽ ടു 2k ദ ഹോൾ² ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 2k നമ്മളിവിടെ എന്താണെന്ന് കണ്ടുവച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു r² + 1. സോ ഇതിന് എന്തെഴുതാം? r² + 1 ഹോൾ². നൗ since r greater than or equal to 1 and r is odd. r ഓഡാണ് അല്ലേ. കാരണം എന്താണ്? r² എന്താണ് നമ്മളെടുത്തത്? 2k - 1 ആണ്. സോ r² ഈസ് ഓഡ്. r² ഓഡാവണമെങ്കിൽ ആറും ഓഡാണ്. സോ r greater than or equal to 1ഉം r ഓഡും ആയതുകൊണ്ട് rന് നമുക്ക് എന്തെഴുതാം? 2i + 1 എന്നെഴുതാം. ഓക്കെ അല്ലേ. ഒരു ഓഡ് നമ്പറിൻ്റെ ഫോമിൽ എഴുതി 2i + 1. r greater than or equal to 1ഉം r ഓഡ് ആയതുകൊണ്ട് r is equal to 2i + 1 എന്നെഴുതാം. where i element of z greater than or equal to 0. ഓക്കെ, സോ അതായത് r എന്താണ്? 1 മുതലുള്ള വാല്യൂ വരാം. r greater than or equal to 1ഉം ഓഡ് ആയതുകൊണ്ട് r ഇവിടെ മുതൽ വരാം 1 3 5 അങ്ങനെ ഏതിലെങ്കിലും ആവാം rൻ്റെ വാല്യൂ. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് r equal to 2i + 1 എന്ന് എഴുതാം. where i is greater than or equal to 0, where i is an integer. Then 2k അപ്പോൾ നമുക്ക് എന്താണ്? 2k is equal to നമ്മൾ അവിടെ എഴുതിയിരുന്നു r² + 1 ആണ്. സോ r² r എന്തായിട്ട് എടുത്തത്? 2i + 1 ആണ്. സോ r² is 2i + 1 the whole square plus 1. 2k is r² + 1. r²ന് പകരം ഇത് കൊടുത്തു 2i + 1 the whole square പിന്നെയുള്ള +1. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. 2i + 1 ഹോൾ² എക്സ്പാൻഡ് ചെയ്താൽ എന്ത് വരും? 2i² + 4i + 1 + 1 അതായത് 4i² + 4i + 2 എന്ന് കിട്ടും. അപ്പോൾ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് 2 എടുത്തിട്ടുണ്ടെങ്കിൽ 2i² + 2 × 2i² + 2i + 1.
അപ്പോൾ നമുക്ക് 2k ഈക്വൽ ടു 2 ഇൻറ്റു 2i² പ്ലസ് 2i പ്ലസ് 1 എന്ന് കിട്ടി. നോക്കൂ, ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത് എന്താണ്? 2k, അതായത് ഇറ്റ് ഈസ് എ പവർ ഓഫ് 2. അതെന്താണ്? 2ൻ്റെ ഒരു പവറാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എന്നാണ് കിട്ടിയിട്ടുള്ളത്. സോ ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു പവർ ഓഫ് 2 ആണ്. അത് ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ളതാണെങ്കിൽ റൈറ്റ് സൈഡിലുള്ള എക്സ്പ്രഷനും എന്താവണം? അതും പവർ ഓഫ് 2, സം പവർ ഓഫ് 2 ആവണം. ഓക്കെ, സോ ഇവിടെ ഉള്ള ടേമിൽ 2 ഇൻറ്റു 2i² പ്ലസ് 2i പ്ലസ് 1 ആണ്. സോ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഈ എക്സ്പ്രഷൻ, ഈ 2i² പ്ലസ് 2i പ്ലസ് 1, ഇതെന്താണ്? ഇറ്റ് ഈസ് എൻ ഓഡ്, അല്ല, ഇതൊരു ഓഡ് നമ്പറാണ് കിട്ടുക. പക്ഷേ ഒരു ഓഡ് നമ്പറിന് നമുക്ക് ഒരിക്കലും എന്താകാൻ കഴിയില്ല? 2ൻ്റെ പവറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അതൊരിക്കലും 2ൻ്റെ പവറായിട്ട് വരില്ല. സോ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് പവർ ഓഫ് 2 ആയതുകൊണ്ട് റൈറ്റ് സൈഡിലും നമുക്ക് പവർ ഓഫ് 2 തന്നെ വരണം. സോ ഇവിടെയുള്ള 2 എന്താണ്? ഇത് 2^1, അല്ലാതെ ഒരു പവർ ഓഫ് 2 ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. പക്ഷേ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ഓഡ് ആയതുകൊണ്ട് ഇതിനൊരിക്കലും പവർ ഓഫ് 2 ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. സോ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് പവർ ഓഫ് 2 കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താവണം? ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് 0 ആയി പോകണം. സോ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് 0 ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ i ഈക്വൽ ടു 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ 2i² പ്ലസ് 2i പോയി, ബാക്കി ഇവിടെ 1 ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 ഈക്വൽ ടു 2 എന്ന് കിട്ടും. സോ 2k ഈക്വൽ ടു 2^1 പവർ ഓഫ് 2 ആയിട്ട് എഴുതാം. സോ ദിസ് ഈസ് ഓൺലി പോസിബിൾ. 2k ഈക്വൽ ടു ഈ ഫോമിൽ എഴുതണമെങ്കിൽ ദിസ് ഈസ് ഓൺലി പോസിബിൾ വെൻ i ഈക്വൽ ടു 0. സോ i ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2k ഈക്വൽ ടു 2^1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് k ഈക്വൽ ടു 1, അല്ല, ഇങ്ങനെ വന്നിട്ട് നമുക്ക് എന്ത് പറയാം? k ഈക്വൽ ടു 1 എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് i ഈക്വൽ ടു 0 ആകുമ്പോഴാണ് ഇത് പോസിബിൾ ആവാന്ന് കിട്ടി. സോ i ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ r എന്തായി മാറും? r ഇസ് ഈക്വൽ ടു 2i പ്ലസ് 1 ആണ്. സോ i ഈക്വൽ ടു 0 വന്നാൽ r ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദെൻ 2p മൈനസ് 1. 2p-1 എന്തായിരുന്നു? 2p-1 ഈക്വൽ ടു r² പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആണ്. നമുക്ക് r ഈക്വൽ ടു 1 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 2p-1 എന്താവും? r² ഈസ് 1² പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 2² ഈക്വൽ ടു 4 എന്ന് കിട്ടും. സോ 2p-1 ഈക്വൽ ടു 4. 4 എന്താണ്? 2² ആണല്ലേ, പവർ ഓഫ് 2. സോ 2p-1 ഈക്വൽ ടു 2² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ p-1 ഈക്വൽ ടു 2, ദാറ്റ് ഈസ് p ഈക്വൽ ടു 3. സോ വെൻ 2k മൈനസ് 1 പെർഫെക്റ്റ് സ്ക്വയർ ആവുമ്പോൾ p എന്ന് നമ്മുടെ പ്രൈം p എന്താണ്? p ഈക്വൽ ടു 3 എന്ന് പറയുന്ന പ്രൈം ആണെന്ന് കിട്ടി. അപ്പോൾ 2k മൈനസ് 1 പെർഫെക്റ്റ് സ്ക്വയർ ആവുമ്പോൾ p ഈക്വൽ ടു 3. ആ p ഈക്വൽ ടു 3ക്ക് ഈ എക്സ്പ്രഷൻ എന്താവും? ഒരു സ്ക്വയർ ആവും എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് 2k പ്ലസ് 1 പെർഫെക്റ്റ് സ്ക്വയർ ആവുമ്പോൾ എന്താണ് pൻ്റെ വാല്യൂ വരാൻ നോക്കാം. സോ സപ്പോസ് 2k പ്ലസ് 1 ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2k പ്ലസ് 1 ഈക്വൽ ടു s² എന്ന് എഴുതാം ഫോർ സം ഇൻറ്റീജർ s. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 2k ഈക്വൽ ടു s² മൈനസ് 1. ദെൻ 2p-1. 2p-1 എന്ത് ചെയ്യുന്നു? 2k, അതായത് 2k ഹോൾ സ്ക്വയർ ആണ്. സോ 2p-1 ഈക്വൽ ടു 2k നമുക്ക് എന്താ കിട്ടിയത്? s² മൈനസ് 1. സോ s² മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി s² മൈനസ് 1 എന്താണ്? a² മൈനസ് b² ഫോമിലാണ്. സോ s പ്ലസ് 1 ഇൻറ്റു s മൈനസ് 1 എന്തുണ്ട്? ഹോൾ സ്ക്വയർ ഉണ്ട്. സോ 2k, അല്ല, 2p-1 ഈക്വൽ ടു എന്താണ്? 2k ആണ്. സോ 2k ഈക്വൽ ടു s പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു s മൈനസ് 1 ഹോൾ സ്ക്വയർ എന്നെഴുതാം. സിൻസ് s ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആൻഡ് ഈസ് ഓഡ്. അതെങ്ങനെ s ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആൻഡ് ഓഡ് ആവുന്നത്? നമ്മളിവിടെ s ആയിട്ട് എടുത്തിട്ടുള്ളത് എന്താണ്? s² ഈക്വൽ ടു 2k പ്ലസ് 1 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ s ഇസ് ഓഡ്, അല്ലേ? കാരണം എന്താണ്? s² എന്താണ്? 2k പ്ലസ് 1. സോ ഇതൊരു ഓഡാണ്. s² ഓഡ് ആയതുകൊണ്ട് എസ്സും എന്താവും? ഓഡാവും. ആൻഡ് 2k പ്ലസ് 1, k നമ്മൾ പോസിറ്റീവ് ഇൻറ്റീജർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ kൻ്റെ ലിസ്റ്റ് വാല്യൂ 1 ആണ്. അപ്പോൾ 2 പ്ലസ് 1 s² ഈക്വൽ ടു 2 പ്ലസ് 1 ആണ്. എസ് പോസിറ്റീവ് ഇൻറ്റീജർ ആയതുകൊണ്ട് എസ് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആൻഡ് ഇറ്റ് ഈസ് ഓഡ്. സോ നമുക്ക് എസ്സിനെ എങ്ങനെ എഴുതാം? എസ് ഇസ് ഈക്വൽ ടു 2i പ്ലസ് 1 എന്നെഴുതാം, വേർ i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. സോ 2k നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. 2k ഈക്വൽ ടു s² മൈനസ് 1. സോ 2k s എന്താണ്? 2i പ്ലസ് 1 ആണ്. സോ 2k ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 2i പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാം. എക്സ്പാൻഡ് ചെയ്യുക. 4i² പ്ലസ് 4i പ്ലസ് 1 മൈനസ് 1.
ഇത് രണ്ടും ക്യാൻസലായി പോലെ ബാക്കി എന്താ ഉള്ളത് 4i² + 4i ആണ്. പിന്നെ നമ്മൾ 4i കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും i+1 എന്ന് കിട്ടും. സോ ഇവിടെ 2 raised to k = 4i × i+1 ആണ്. സോ 2 raised to k = 4 നെ നമുക്ക് എന്ത് എഴുതാം 2² എന്ന് എഴുതാം i × i+1. 2² നമ്മൾ ഈ 2² ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. സോ 2 raised to k × 2 raised to -2 = i × i+1. സോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ 2 raised to k - 2 എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ i × i+1. സോ ലെഫ്റ്റ് സൈഡിലുള്ളത് എന്താണ്? ഇറ്റ് ഈസ് എ പവർ ഓഫ് 2. സോ റൈറ്റ് സൈഡിലുള്ളത് എന്താവണം? ഒരു പവർ ഓഫ് 2 ആവണം അല്ലേ? സോ ഇവിടെ എന്താണ് i × i+1. ഇതൊരു പവർ ഓഫ് 2 ആണ് എന്ന് കിട്ടണം. i × i+1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ i × i+1 ഇതെന്താണ്? ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് നമ്പർ. ഐയും i+1ഉം എന്താണ്? 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണല്ലേ. സോ i × i+1 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. സോ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്തായിട്ട് കിട്ടണം? പവർ ഓഫ് 2 ആയിട്ട് കിട്ടണം. അങ്ങനെ വരാനുള്ള ഒരേ ഒരു പോസിബിലിറ്റി എന്താണ്? i = 1 ആവുന്നതാണ്. സോ i = 1 ആയാൽ ഇതെന്താണ്? i × i+1 is 1 + 1 + 1 ദാറ്റ് ഈസ് 1 × 2 ദാറ്റ് ഈസ് 2 raised to 1. ഇത് മാത്രമാണ് ഈ രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 2ൻ്റെ പവറായിട്ട് വരാനുള്ള പോസിബിലിറ്റി. സോ i = 1. i = 1 എന്ന് കൊടുത്താൽ നമ്മൾ s ഉണ്ടാവും. s നമ്മൾ എന്തായിട്ട് എടുത്തിരുന്നത്? 2i + 1 ആയിട്ടാണ് എടുത്തിരുന്നത്. സോ s will be equal to 2 + 1 = 3. സോ s 3 ആണെന്ന് കിട്ടി. ദെൻ ഇവിടെ നോക്കൂ 2 raised to p - 1 എന്താണ്? s + 1 whole square × s - 1 whole square ആണ്. s = 3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ 2 raised to p - 1ൽ s + 1 whole square × s - 1 whole square നമുക്ക് എന്ത് കൊടുക്കാം? 3 + 1 whole square × 3 - 1 whole square അതായത് 4² × 2². 4² × 2². ഓക്കെ. സോ ഇവിടെ വീണ്ടും നോക്കൂ ലെഫ്റ്റ് സൈഡിൽ എന്താണ്? ഇറ്റ് ഈസ് എ പവർ ഓഫ് 2 ആണ്. സോ റൈറ്റ് സൈഡിലും പവർ ഓഫ് 2 ആയിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി 4² എങ്ങനെ എന്തെഴുതാം? 2² എന്ന് എഴുതാം. സോ 4² അപ്പോൾ 2² the whole square എന്ന് വരും. അതായത് 2 raised to 4. സോ 2 raised to 4 × 2 raised to 2 ദാറ്റ് ഈസ് 2 raised to 6. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എന്താണ്? പവർ ഓഫ് 2 ആണ്. സോ നമുക്ക് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് p - 1 = 6 which implies p = 7. സോ 2 raised to k + 1 പെർഫെക്റ്റ് സ്ക്വയർ ആകുമ്പോൾ നമുക്ക് ആ എക്സ്പ്രഷൻ സ്ക്വയർ ആവുന്ന പ്രൈം p എന്താണ്? 7 ആണ്. So when p = 3 and p = 7 this expression 2 raised to p - 1 - 1/p എന്താവും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവും.